1996 കാലഘട്ടത്തിൽ ഞാൻ കോട്ടയം ഈസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. കോട്ടയത്തിൻ്റെ തന്നെ ഈ ഈസ്റ്റ് സർക്കിളിൻ്റെ അതിർത്തിയാണ് ഗാന്ധിയുടെ സ്റ്റേഷനൊക്കെ. കോട്ടയത്തിൻ്റെ നഗരമധ്യത്തിൽ ഒരു പ്രശസ്തനായ ഒരു മനോരോഗ വിദഗ്ധൻ നടത്തുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മനോരോഗ വിദഗ്ധൻ എന്ന് തന്നെ പറയാം. അത് വളരെ നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ മനോരോഗികളുടെ ഹോസ്പിറ്റൽ നടത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. ഈ ഡോക്ടർ വളരെ എല്ലാവരുമായിട്ട് നല്ലപോലെ നല്ല രീതിയിലുള്ള പെരുമാറുകയും വളരെ പ്രസന്നവദനായിട്ടിരിക്കുന്ന ഒരു റോൾ മോഡൽ ഡോക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടാലും നല്ല പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ നേരത്തെ മെഡിക്കൽ കോളേജിൽ സൈക്കാട്രി വിഭാഗം ഹെഡായിരുന്നു. അതിന് ശേഷം അതിൽ നിന്ന് മാറിയിട്ടാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങി. സർവീസിലിരിക്കുന്ന സമയത്തൊന്നും അതിനെപ്പറ്റി യാതൊരു മോശം അഭിപ്രായങ്ങളൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ കറപ്റ്റല്ല, അങ്ങനെ വളരെ നല്ല രീതിയിൽ രോഗികളോട് പെരുമാറുന്നവനാണ്. ആർക്കും ഒരു കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. ചില സമയങ്ങളിൽ ചില മനുഷ്യരുടെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസോ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വഴുതി വീണ ഒരു ഡോക്ടറായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഡോക്ടറുടെ മകൾ അവരെ കല്യാണം കഴിച്ചിരുന്നൊരു MBBS പഠിക്കുന്ന ഒരാളായിരുന്നു. അത് കരുനാഗപ്പള്ളിക്കാരനാണ്. കർണാടകത്തിൽ തുങ്കൂർ അവിടെയുള്ള സിദ്ധാർത്ഥ മെഡിക്കൽ സെൻ്റർ എന്ന് പറയും. അത് വളരെ പ്രശസ്തമായ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എല്ലാവർക്കും അറിയാം. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഡോക്ടറുടെ മകൾ ഈ വ്യക്തിയെ കല്യാണം കഴിക്കുന്നത്, ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിന്. കാര്യങ്ങളൊക്കെ വളരെ ശുഭമായിട്ട് പോയി. പക്ഷേ ഈ പയ്യൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലാണ്, നല്ല എഫ്ലുവൻറ്റ് ഫാമിലി. അവിടെ എല്ലാം ആ പ്രദേശത്ത് കരുനാഗപ്പള്ളിയിലും പരിസര പ്രദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഈ പയ്യൻ വരുന്നത്. ദൗർഭാഗ്യവശാൽ പഠിക്കാൻ ഒട്ടും മിടുക്കനല്ലായിരുന്നു. ഇയാളവിടെ MBBS ചേർന്നു. 3-ാം വർഷം ചേർന്നപ്പോഴാണ് കല്യാണം നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക്, നമ്മുടെ കോട്ടയംകാരൻ മനോരോഗ വിദഗ്ധന് മനസ്സിലായി ഈ വിദ്വാൻ MBBS പാസ്സാകുകയില്ല. കാര്യം അതുപോലത്തെ അത്ര ഒരു ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫീരിയറാണ് അന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പക്ഷെ മകളുടെ ഭർത്താവല്ല, ഇതെങ്ങനെ പറയാൻ പറ്റുകയല്ലോ. ആരോട് പറയും? അല്ലെ, താൻ പഠിക്കാൻ കൊള്ളുകയില്ല, താൻ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ പഠിക്കാൻ ജയിക്കുകയില്ലെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ്റെ അച്ഛനും അല്ലെങ്കിൽ അവരുടെ അമ്മയെല്ലാം കൂടെ ഡോക്ടറെ ഇങ്ങനെ പതുക്കെ സ്വാധീനിക്കാൻ തുടങ്ങി. നമുക്ക് ചിലപ്പോൾ ഈ പയ്യൻ ജയിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇവനെ എങ്ങനെ ഡോക്ടറാക്കണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രഷർ, മകളുടെ പ്രഷർ വരുന്നു, അതുപോലെ ഈ പയ്യൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രഷർ വരുന്നു. ഇയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേലോ. ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റ് പറയുന്നു, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കാം, പക്ഷേ അത് മാത്രം പോരാ. അയാൾ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ് കോഴ്സ് സർട്ടിഫിക്കറ്റ് NOC, അതാ തുങ്കൂറിലെ സിദ്ധാർത്ഥ മെഡിക്കൽ സെൻ്ററിലെ കോഴ്സ് സർട്ടിഫിക്കറ്റ്, അത് ജയിച്ചില്ലെങ്കിൽ ഞാൻ പരീക്ഷ പാസ്സായെന്നുള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമെന്നാണ് പറയുന്നത്. എന്തൊരു ഗതികേടാണെന്ന് നോക്കി. ഇയാൾക്കിത് കേട്ടിട്ട് പേടിച്ചിരിക്കുക ഈ ഡോക്ടർ, ഈ പിതാവായ ഡോക്ടർ പേടിച്ചിരിക്കുക. അതുപോലെ NOC, അവിടെ നിന്നുള്ള വിടുതൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, NOC, ഈ സാധനങ്ങളെ ഞാൻ അറേഞ്ച് ചെയ്യാം. അയാൾക്കറിയാം ഇത് അറേഞ്ച് ചെയ്യുന്നതെല്ലാം ഇയാൾ പരീക്ഷ പാസ്സാകാതെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഈ കോട്ടയംകാരൻ ഡോക്ടർക്ക് അറിയാം. എന്നാലും നമ്മുടെ ഒരു നിരാലംബ അവസ്ഥയുണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായതുകൊണ്ട് ചിലപ്പോൾ ഡിവോഴ്സ് നടക്കാം, അല്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ അയാൾ ഇത് മുൻകൂട്ടി കാണുന്നുണ്ട്.
ഡോക്ടർ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മരുവൻ പയ്യൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവരും, അങ്കിളിൽ ഈ എൻ്റെ അങ്കിളെന്ന് പറഞ്ഞാൽ ഈ ഭാര്യാപിതാവിന് അപ്പോൾ അയാൾ വളരെ എല്ലാവർക്കും അറിയപ്പെടുന്ന വളരെ മാന്യനായ നല്ല സൗഹൃദ വലയൊക്കെയുള്ള ഡോക്ടറാണ് ഇയാൾ, മെഡിക്കൽ കോളേജിൽ തന്നെ. ഇപ്പോൾ ഡോക്ടർ വൈദ്യനാഥനാണ് ഡോക്ടർ സർജറിയുടെ ഹെഡ്. ഡോക്ടർ വൈദ്യനാഥൻ്റെ അടുത്ത സുഹൃത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറിയുടെ ഹെഡ് ഡോക്ടർ വൈദ്യനാഥൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ പറഞ്ഞ മനോരോഗ വിദഗ്ധൻ. അപ്പം വളരെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പോൾ അവരെല്ലാ ദിവസങ്ങളും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. കുടുംബവിശേഷങ്ങൾ പറയുന്ന പോലെ മരുമകൻ്റെ പല കാര്യങ്ങളും പറയുന്നു. മകൻ ഇപ്പോൾ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞു, പരീക്ഷ ടഫല്ലായിരുന്നു, അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞു, ബിരുദദാന ചടങ്ങുണ്ടായിരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും വൈദ്യനാഥനോട് ഇങ്ങനെ കാഷ്വലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഡോക്ടർ പറയും. അപ്പം വൈദ്യനാഥനും അതൊക്കെ അയാളുടെ സുഹൃത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കാര്യം അയക്കും സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞ് ഇത് പരീക്ഷ, അപ്പം ഔദ്യോഗികമായിട്ട് പരീക്ഷ എഴുതി ജയിച്ച കാര്യം വരെ ഈ ഡോക്ടർ വൈദ്യനാഥൻ്റെ അടുത്ത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വൈദ്യനാഥൻ്റെ മസ്തിഷ്കത്തിലുണ്ട് താനും ആ ഇൻഫർമേഷൻസൊക്കെ. ഈ പറഞ്ഞ ഈ പ്ലാനിങ് ആണ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു വർഷം ജയിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ തൊട്ട് പ്ലാനിങ് തുടങ്ങി. എങ്ങനെയാണ് ബാക്കി മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളെ ഓരോ പടിപടിയായിട്ട് ബുദ്ധിപരമായിട്ട് ചെയ്യുകയാണ്. അത് ഡോക്ടർക്ക് ഒരു പങ്കുണ്ട്. ആദ്യം ഡോക്ടർ ഒരു വിസമ്മതമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും പിന്നെ ഡോക്ടർ ഇതിനകത്ത് ആക്റ്റീവായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് മേടിക്കാനും NOC മേടിക്കാനും അതുപോലെ തന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മേടിക്കാനും ഒക്കെ ഈ പയ്യനെ ഡോക്ടർ ആക്റ്റീവായിട്ട് സഹായിക്കാൻ തുടങ്ങി. മറ്റിതര മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും ഒരു ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ മരുമകൻ, ഈ ഡോക്ടർ മനോരോഗ വിദഗ്ധൻ്റെ മരുമകൻ പയ്യനും ഈ മനോരോഗ വിദഗ്ധനും ഇവർ രണ്ടുപേരും കൂടി വൈദ്യനാഥനെ കാണാൻ ചെല്ലുന്നു. ബിരുദത്തിൻ്റെ ഇതെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ കൊണ്ടുതരാം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഹൗസ് സർജൻസി ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണമെന്നാണ് മനോരോഗ വിദഗ്ധൻ ഡോക്ടർ വൈദ്യനാഥനോട് പറഞ്ഞു. അത് പ്രശ്നങ്ങളൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് വലിയൊരു പ്രഷറൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വൈദ്യനാഥൻ സമ്മതിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും, ഡോക്ടറും മരുമകൻ എൻ്റെ മെഡിക്കൽ സ്റ്റുഡൻറ്റും കൂടി വൈദ്യനാഥനെ കാണാൻ ചെല്ലുന്നു. പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ കൗൺസിൽ, മെഡിക്കൽ കൗൺസിലുണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ. അവിടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അവിടെ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ ഹൗസ് സർജൻസിക്ക് അപ്ലൈ ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാനുള്ള ആദ്യ പടിയായിട്ട് എന്ത് വേണം? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ, ഇപ്പോൾ സർജറി ആണെങ്കിൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൂടിയുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യൂ. അത് കൃത്യമായിട്ട് അതെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഹൗസ് സർജൻസിക്ക് ഈ സ്റ്റുഡൻറ്റ് അതിന് കേപ്പബിളാണ്, എലിജിബിളാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. വൈദ്യനാഥന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അപ്പം തന്നെ വൈദ്യനാഥൻ എഴുതി കൊടുക്കുന്നു റെക്കമെൻഡേഷൻ ലെറ്റർ. അതനുസരിച്ച് ഇവർ മെഡിക്കൽ ഇതിൻ്റെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ രജിസ്ട്രേഷൻ കൗൺസിലിലേക്ക് ഇതെല്ലാം അയക്കുന്നു. അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഹൗസ് സർജൻസിക്ക് എലിജിബിൾ ആണെന്ന്, അത് സർജറിയാണെന്ന് ആലോചിക്കണം. സർജറിയുടെ വിഭാഗത്തിൽ ഹൗസ് സർജൻസിക്കും ഉള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ ഭാവിയിൽ ഒരു സർജനാകേണ്ട ഒരാളാണ്. ഹൗസ് സർജൻസിക്ക് കേപ്പബിൾ ആണെന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടുന്നു. അപ്പം സർജറിയുടെ ഹെഡ് വൈദ്യനാഥനാണ്. ഈ പയ്യനെ കൃത്യമായിട്ട് അങ്ങേർക്ക് അറിയാമല്ലോ. 1.5 മാസം കഴിഞ്ഞപ്പം വൈദ്യനാഥന് ഭയങ്കര സംശയം തുടങ്ങി. ഇവനൊന്നും അറിയാൻ മേലോ. ഒന്നും അറിയാൻ മേലെന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ കത്തിയോ ഒന്നും കയ്യിലെടുത്ത് കൃത്യമായിട്ട് മുറിക്കാൻ പോലും അറിയാൻ മേല. അതിൻ്റെ പ്രാഥമികമായ ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ അക്കാഡമിക് തലത്തിലും ഇതിനെപ്പറ്റി ഒന്നും വലിയ ഗ്രാഹ്യമില്ല. ഒരു 0, അതിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബിഗ് സൈഫർ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അയാൾ ആകെപ്പാട് പ്രശ്നമായി. അയാൾ എഴുതി കൊടുത്തും വിട്ടു. അയാളുടെ റെക്കമെൻഡേഷനാണ് ഈ പയ്യനോട് വന്നിരിക്കുന്നത്.
എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ആകപ്പാടെ ബുദ്ധിമുട്ടിയിരിക്കുമ്പം അന്ന് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഡോക്ടർ മദൻ മോഹനായിരുന്നു. മദൻ മോഹൻ നമ്മുടെ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. വളരെ ഒരു എൻ്റർപ്രൈസിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ ഇയാൾ വൈദ്യനാകപ്പാടെ വിഷമിച്ച് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ കുറച്ചും കൂടെ ഒരു കറേജിയസ് ആണ്, കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആണ്, ഒരു ഹെൽപ്പിംഗ് ടൈപ്പാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മദൻ മോഹൻ പറഞ്ഞു, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ച് നമ്മുടെ ഭാഗത്തെ തെറ്റുകളെല്ലാം നമ്മൾ അഡ്മിറ്റ് ചെയ്യണം അറിയിക്കാൻ വലിയൊരു ലെറ്റർ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം കൂടി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അണിയറ നടക്കുന്നതേ ഉള്ളൂ. ഇവർക്ക് ഡോക്ടർക്ക് മനോരോഗ വിദഗ്ധനും മകനൊന്നും അറിയുന്നില്ല. പക്ഷേ ഈ പയ്യൻ എന്നാലും മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഈ പയ്യനെ ആപ്പാട് എല്ലാവരും ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒന്നും അറിയാൻ മേലാത്ത ഒരുത്തൻ വഴിയിൽ നിന്ന് പോയി നമ്മൾ പിടിച്ചൊരുത്തനെ കൊണ്ട് ആ ക്ലാസ് ഇരുത്തി പോലത്തെ അവസ്ഥയാണ്. എന്തിനിതിനൊക്കെ തുനിഞ്ഞു എന്നുള്ളത് നമുക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നും. അപ്പം അവിടെ കയറിയിരിക്കുന്നു, ഒരു ആക്ഷേപ കഥാപാത്രമായിട്ട് അവിടെ നിൽക്കുന്നു. ഒന്നും ചെയ്യാൻ അറിയാൻ മേല, അതിൻ്റെ പ്രാക്ടിക്കൽസ് ഒന്നും അറിയാൻ മേല, തിയറി അറിയാൻ മേല, ആരോടും മിണ്ടുന്നുമില്ല, അവിടെ ഇങ്ങനെ പമ്മിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ കഥ മറ്റേ ഡോക്ടർ വൈദ്യനാഥനും ഡോക്ടർ മദൻ മോഹനുമായിട്ടുള്ള സംഭാഷണങ്ങളോ ബാക്കിയുള്ള നടപടികളെ പറ്റിയൊന്നും അറിയുന്നില്ല. അപ്പം ഏതായാലും ഭാഗ്യത്തിന് അവരറിഞ്ഞില്ല. ഇവരുടെ ഏതായാലും ഡോക്ടറുടെ മദൻ മോഹൻ്റെ കവറിംഗ് ലെറ്റർ വെച്ചുള്ള ലെറ്റർ കിട്ടി കേസ് എടുക്കേണ്ടി വന്നു. കേസ് രജിസ്റ്റർ ചെയ്തു. ഡോക്ടറുടെ പേരിൽ വഞ്ചനയ്ക്കും അതുപോലെ തന്നെ ഫോൾസിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സിനും മറ്റ് പല ഗുരുതരമായ വകുപ്പുകളെല്ലാം ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. മരുമകൻ്റെ പേരിലും കേസ് രജിസ്റ്റർ ചെയ്യുന്നു. മരുമകൻ ഈ സംഭവം എങ്ങനെയോ അറിഞ്ഞ ശേഷം പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടേയില്ല, അപ്രത്യക്ഷനായി. പക്ഷേ ഡോക്ടർ സ്ഥലത്തുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പം നമുക്ക് ഇതിനകത്ത് കുറേ ഡോക്യുമെൻ്ററി എവിഡൻസ് ഒക്കെ ഉള്ള ഡോക്ടർ പ്രതിയാണ് എന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഡോക്ടറെ പിന്നെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻസ് അല്ല, കൂടുതൽ എവിഡൻസസ് ഗ്യാദർ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. തുങ്കൂർ സിദ്ധാർത്ഥ മെഡിക്കൽ സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇവരുടെ ബിരുദ സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യം NOC കൊടുത്തപ്പോൾ അവരിങ്ങനെ ഒരു കാര്യം വിഷയമിട്ടില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പയ്യൻ ഏതാണ്ട് ഒരു വർഷം അങ്ങാണ്ട് അവിടെ പിന്നെ വന്നിട്ടേ ഇല്ല അങ്ങോട്ട്. ഈ സിദ്ധാർത്ഥ മെഡിക്കൽ സെൻ്ററിൽ അവിടുത്തെ ഫസ്റ്റ് ഇയർ ആണ്ട് കുറച്ച് ദിവസം വന്നിട്ടേ ഉള്ളൂ. ആ പയ്യനെ അവർ 100% അവർ ഡിസോൺ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനൊരു പയ്യൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റേ അല്ലായിരുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിൽ അങ്ങനത്തെ ഒരു പയ്യനെ ഒരു സർജനാക്കണമെന്ന് ഈ പയ്യൻ്റെ ഭാര്യാപിതാവ് ആഗ്രഹിച്ചു അല്ലെങ്കിൽ അഭിലഷിച്ചു എന്നുള്ളത് നമ്മൾ എന്തൊരു ഭീകരാവസ്ഥയായിട്ട് എനിക്കിപ്പം തോന്നുന്നു. ആ പയ്യൻ ഇതെങ്ങനെയെങ്കിലും തട്ടിയും മുട്ടി ഒരു സർജന് പരീക്ഷ പാസ്സായി ഹൗസ് സർജൻസ് കഴിഞ്ഞിട്ട് അയാളൊരു സർജനായിട്ട് മാറിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതുപോലത്തെ സർജൻസ് ആയിരിക്കും നമ്മുടെ കാലിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണ് ഓപ്പറേറ്റ് മാറ്റിയൊക്കെ ഇതുപോലത്തെയൊക്കെ ആൾക്കാരായിരിക്കുമെന്ന് ന്യായമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇങ്ങനെ ഇതൊരു ചാനലുള്ളതുകൊണ്ടല്ല ഇങ്ങനെ പോകുന്നത്. ഈ പയ്യൻ തീരെ മോശമായതുകൊണ്ടാണ് പിടിക്കപ്പെട്ടത്. ഒരുമാതിരി കുറച്ചൊക്കെ കാര്യങ്ങൾ പരീക്ഷ ജയിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാൽ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ പയ്യൻ ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഇതുപോലത്തെ കുതന്ത്രങ്ങൾ കാണിച്ചും കഴിവില്ലാത്തവരും എത്രയോ പേര് ഇതിനകത്ത് കയറി ഇരിപ്പുണ്ടെന്നുള്ള ഒരു ദുഃഖസത്യമാണ്, ഭയങ്കര അപകടകരമാണത്. അതവിടെ ഇരിക്കട്ടെ. അപ്പം ഈ ഡോക്ടർ വിവരം അറിഞ്ഞു, ഡോക്ടറുടെ കൊളീഗ്സൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ രഹസ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അറിയുമല്ലോ. അപ്പോൾ ഡോക്ടർ സ്ഥലത്തു നിന്ന് അങ്ങ് മാറി നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഡോക്ടറെ പല പ്രാവശ്യം വീട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ടും ഡോക്ടറെ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഡ്രൈവറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പം വെളിപ്പെടുത്തുന്നില്ല. നല്ല ഊർജ്ജസ്വലമായ മനുഷ്യനാണ്. കേസുകൾ എന്ന് വെച്ചാൽ ഡ്രൈവിങ്ങിൽ കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ കേസ് അന്വേഷിക്കാനും അതുപോലെ അതിൻ്റെ പുറകെ നടക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള മനുഷ്യനാണ്. അപ്പം ഈ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ഈ വീട്ടിൽ വരുമ്പം ഇടയ്ക്ക് വന്നിട്ട് പെട്ടെന്ന് പോവും. എപ്പോഴാണ് വരുന്നത് അറിയുമ്പോൾ എപ്പോഴാണ് പോകുന്നത് അറിയുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പം ഞാൻ ഈ ഡ്രൈവറോട് പറഞ്ഞു,
അപ്പോൾ ഡ്രൈവറുടെ കാഷ്വലായിട്ട് പറഞ്ഞു, നമുക്ക് ഈ വീട്ടിലെ പിടിക്കണ്ടേ ഈ ഡോക്ടറെ? സോ നമുക്ക് പിടിക്കാം. ഞാൻ പറഞ്ഞു, തനിക്ക് യൂണിഫോം ഒക്കെ ഉണ്ട്, നമ്മളെങ്ങനെ പിടിക്കും? ഞാനൊരു ഷർട്ട് തരാം, ആ ഷർട്ട് ഇട്ടുകൊണ്ട് താൻ അവിടെ ഒന്ന് കറങ്ങി അടിച്ച് നോക്കുക. ചുമ്മാ പകുതി തമാശയായിട്ട് ഇയാൾ ഭയങ്കര ഗൗരവമായിട്ട്. ഇപ്പോൾ എൻ്റെ ഇയാൾ പൊക്കം കുറവ് ഡ്രൈവർക്ക്. അപ്പോൾ എൻ്റെ ഷർട്ട് ഇട്ടപ്പോൾ ഇങ്ങനെയൊക്കെ മുട്ടിൻ്റെ അവിടം വരെ ഉണ്ട്, ഷർട്ട് ഇങ്ങനെ കിടക്കുക, ഒരു കണ്ട രസമുള്ള രൂപം. അപ്പോൾ ഇയാൾ ഭയങ്കര ആവേശമായിട്ട് അവിടെ പോയി ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ നിൽക്കുക ഡോക്ടറെ അടുത്ത്. പല ദിവസം ഡോക്ടർ അവിടെ വന്നിട്ടില്ലെങ്കിലും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അന്ന് ഇയാൾ അവിടെ പോയി പതിയിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നു. ഡോക്ടറെ ഇയാൾ കാണുകയും ചെയ്തു. അന്ന് മൊബൈലില്ലല്ലോ, എങ്ങനെയെങ്കിലും എന്നെ വിളിച്ച് വിവരം അറിയിക്കണ്ടേ. ഒരു രക്ഷയില്ലാതിരിക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്താണ് CPMൻ്റെ ജില്ലാ ഓഫീസ്, പാർട്ടിയുടെ ജില്ലാ ഓഫീസ് തൊട്ടടുത്ത് ഇയാളുടെ വീടുണ്ട്. അപ്പോൾ ഇയാൾ വെപ്രാർത്തി ഡ്രൈവർ, അപ്പോൾ ഡ്രൈവറുടെ വേഷം എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെയുള്ള വലിയൊരു ഷർട്ട്, അതിന് പാൻറ്റ് പോലും കാണാൻ പറ്റില്ല, വലിയ ഷർട്ട് ഇട്ടുകൊണ്ട് മനുഷ്യൻ വരികയെന്ന് തോന്നുള്ളൂ. അപ്പോൾ അയാൾ ഓടി അങ്ങോട്ട് കയറുമ്പം അവിടെ ഒരു CPMൻ്റെ ഓഫീസിൽ അന്ന് ഒരു പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, വർക്കിച്ചെന്നാണ് എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. പ്രായം അങ്ങനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഈ പറഞ്ഞ പാർട്ടി ഓഫീസിലാണ് അങ്ങനെ ജീവിതം, എല്ലാം അവിടെ തന്നെയാണ്, പാർട്ടിയാണ് അങ്ങനെ ജീവിതം. അപ്പം അങ്ങനെ അവിടെ തന്നെ കിടക്കുന്നു, അവിടെയാണ് ആഹാരം കഴിക്കുന്നത്, എല്ലാം അവിടെ തന്നെയാണ്. പണ്ട് ഇതിൻ പാർട്ടിയുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സെക്രട്ടറി ആയിരുന്നു, ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അന്ന് രാത്രി അങ്ങേര് മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ. അങ്ങേര് രാത്രി മാത്രമേ ഓഫീസിലുണ്ട്. അപ്പോൾ ഇയാൾ ഓടിപ്പോയിട്ട്, ഇയൊക്കെ ചെറിയ അവിടെ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഡ്രൈവർക്ക്, മുകളിലെ ഫോൺ ഇരിക്കുന്നറിയാം. അപ്പോൾ ഈ വാതിക്കൽ ഇങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഒരു 10-11 മണിയായപ്പം ഇദ്ദേഹം ഈ വർക്കിച്ചൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഓഫീസിൽ അവിടുത്തെ എല്ലാമായിരുന്നു ആ സമയത്ത്. പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ആ തിണ്ണെ നിൽക്കുക. ഒരു മനുഷ്യൻ പെട്ടെന്ന് ഓടി മുകളിലോട്ട് കയറിപ്പോകും. നീളങ്ങ് ആപ്പാടെ പേടിച്ചു ഇദ്ദേഹം ആപ്പാടെ പേടിച്ച് പോയി എന്ന് പറഞ്ഞാൽ വല്ല കള്ളനാണോ, ഇനി വല്ല തീവ്രവാദികളാണോ, എന്താണെന്നറിയാൻ പോലെ, അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയ എതിരാളികളാണോ. ഒരു മനുഷ്യൻ ഭയങ്കര സ്പീഡ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഇങ്ങേര് ഉടനെ പേടിച്ച് ഇങ്ങനെ ധരിച്ച് ഇവിടെ എന്തോ ആക്രമിക്കാൻ വന്നവരാന്ന് വിളിച്ച് ഇങ്ങനെ താഴെ ചെന്ന് അവിടെ വീട്ടിൽ ചെന്ന് ഓടി ചെന്നിട്ട് അവിടുന്ന് ഫോൺ വിളിച്ച് SP ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു. SP ഓഫീസിൽ നിന്ന് CPMൻ്റെ ഓഫീസാരാണ്, ആരോ ആക്രമിക്കാൻ പോകുന്നു, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര അലേർട്ട് മെസ്സേജ് വന്ന് എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് അവിടെ പോയി നോക്കിയപ്പം ഞാൻ കണ്ട ഈ ഡ്രൈവർ അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെ എൻഗേജ് ടോണ് നിൽക്കുകയാണ്. അപ്പം അവിടെ നിന്ന് മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിത് വർക്കിച്ചിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച്, ഇന്ന ആളാണ്, വളരെ ആത്മാർത്ഥതയുടെ ആൾ രൂപമായതുകൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ പറഞ്ഞൊക്കെ കയറുകയുള്ളെന്ന് പറഞ്ഞാൽ പുള്ളിയും ചിരിച്ചുപോയി. സംഭവമൊന്നും ഉണ്ടായില്ല. അവർക്ക് ആപ്പാട് കുറച്ച് നേരം ഒരു മണിക്കൂർ വളരെ ടെൻസ്ഡായിട്ടിരുന്നതേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വീട്ടിൽ തന്നെയുണ്ട്. വീട്ടിൽ ഡോക്ടർ ഇറങ്ങുന്നില്ല. ഈ സംഭവങ്ങൾ അവിടെ ബഹളവും ഇതെല്ലാം കേട്ട് ഡോക്ടർ വീട്ടിൽ തന്നെയാണ്. മുമ്പോട്ട് പോലീസും വന്നു. പോലീസ് വരുന്നത് CPM ഓഫീസിനെ ആക്രമിക്കുന്ന ആളുകളെ പിടിക്കാനും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. പോലീസ് പെട്ടെന്ന് വന്നു, നമ്മുടെ കൺട്രോൾ റൂം പോലീസ് വരുന്നു, ഞാനവിടെ വരുന്നു, ഡോക്ടർ അകത്തുണ്ട്. അപ്പം ഡോക്ടറെ തിരിച്ചറിയുന്നു. അപ്പോൾ പോലീസിൻ്റെ അറസ്റ്റ് വളരെ എളുപ്പമായിട്ട് മാറി. ഡോക്ടറും വളരെ റെസിസ്റ്റ് ചെയ്തൊന്നുമില്ല, അറസ്റ്റിന് വിധേയനായി. അപ്പം അങ്ങനെ ഡോക്ടറെ വളരെ പ്രശ്നമില്ലാതെ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ പിന്നീട് ഡോക്ടറുടെ ഈ പറഞ്ഞ മരുമകനെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ കൃത്യമായിട്ട് പോയി. നമുക്ക് ഒരു നടുക്കമുണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിരിക്കില്ല. കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവം അല്ലെന്നുള്ള 100% നമുക്ക് വിശ്വസിക്കാം. കാര്യം ഇങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്. ഇങ്ങനെ സിസ്റ്റം ഉണ്ടായിരിക്കും. ഡോക്ടർമാരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ ചില സാധനങ്ങൾ കൊണ്ട് തരുമ്പോൾ അവരുടെ അത് കൃത്യമായി വെരിഫൈ ചെയ്യാതൊക്കെ കൊടുക്കുക, അതിൻ്റെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അവർ അക്സെപ്റ്റ് ചെയ്യും. മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഹൗസ് സർജൻസി നടത്താൻ പറ്റുകയില്ല. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ലാഘബുദ്ധിയോടുകൂടി, ഒരു പരിധിവരെ ലാഘബുദ്ധിയോടുകൂടി ആ ഡോക്ടർ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് വലിയൊരു വഴിത്തിരിവ് ഉണ്ടായത്, ഇവരെ വളരെ കൃത്യമാക്കി ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം വെരിഫൈ ചെയ്യാനുള്ള ഒരു 3 ടയർ സിസ്റ്റം ഉണ്ടാക്കി.
ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ രജിസ്ട്രേഷൻ കൗൺസിൽ. വെറുതെ ഒരാൾ എഴുതി കൊടുത്ത് അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതിനെ വെരിഫൈ ചെയ്യാനും ഒക്കെയുള്ള 3 ടയർ സിസ്റ്റം വീണ്ടും പിന്നീട് ഉണ്ടാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആ സംഭവം കൊണ്ട് അങ്ങനെ ഒരു ആശാവഹമായൊരു കാര്യമുണ്ടായി. വളരെ ഒരു ഫ്ലൂക്കിൽ ഇങ്ങനെ ഒരാൾക്ക് കയറി പഠിക്കുകയും ജയിച്ചു എന്ന് ജയിക്കാത്ത ഒരാൾക്ക് ജയിച്ച് ഹൗസ് സർജൻ ആകാൻ പറ്റില്ല ഒരവസ്ഥ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത മാർക്കോടുകൂടി പ്രീ ഡിഗ്രി പാസ്സായി. ഞാൻ തന്നെ തീരുമാനിക്കും അവിടെ തന്നെ ബികോമിന് ചേരണം. ബികോം എന്ന് പറഞ്ഞാൽ അന്ന് ചുമ്മാ വേറെ അന്ന് എല്ലാവർക്കും നമ്മുടെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാം ഈസി ആയിട്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബികോമിനാണെന്ന് വലിയ ക്രേസ് ബികോം എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തീരുമാനം ബികോമിന് ചേരാമെന്ന് വെച്ച് ബികോമിന് ചേരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ എൻ്റെ ജീവിതത്തിലുണ്ടായി അവിടെ വെച്ച്. ഞാൻ ഈ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ട സമയത്ത് ഈ ബികോമിനെ സംബന്ധിച്ച് ഞാനൊരു കേസിൽ പ്രതിയാകേണ്ടി വന്നു.